സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ലൂക്കോസിന്റെ സുവിശേഷം 22:42. ലൂക്കോസ് 22. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കേണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെയാകട്ടെ. എന്താണ് പറഞ്ഞത്? പിതാവേ. യേശുക്രിസ്തു മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, മുഴങ്കാലിലിരിക്കുവാൻ നിങ്ങൾ മറക്കരുത്. മുഴങ്കാൽ മടക്കാൻ കഴിയില്ല എന്ന് പറയരുത്. മുഴങ്കാലിലിരിക്കുന്നവൻ പുതിയ ബലം പ്രാപിക്കും, ആത്മീയ ശക്തി പ്രാപിക്കും. മുഴങ്കാലിൽ പ്രാർത്ഥിക്കുന്നവനെ പിശാചിന് തൊടുവാൻ കഴിയില്ല. നിങ്ങൾക്ക് ജയം വേണമെങ്കിൽ മുഴങ്കാൽ മടക്കുക. ദയവ് ചെയ്ത് കട്ടിലിൽ തന്നെ മുഴങ്കാൽ മടക്കരുത്. മുഴങ്കാൽ മടക്കി എന്ന് പറഞ്ഞാൽ 2 കാലും മടക്കി കുനിഞ്ഞിരുന്നു കൊണ്ട് നല്ലവണ്ണം ഉറങ്ങുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയല്ല, നേരെ നടു നിവർത്തിയിരിക്കണം. നമ്മുടെ സഭയിലെല്ലാം മുഴങ്കാൽ മടക്കി അങ്ങനെ പ്രാർത്ഥിപ്പിക്കാറുണ്ട്. നിങ്ങൾക്കറിയാം, മുഴങ്കാൽ മടക്കി നേരെ നിവർന്നിരിക്കണം. അങ്ങനെ മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ജയമുണ്ടാകുന്നു, വലിയ ശക്തി ലഭിക്കുന്നു. നമുക്കത് വലിയ അനുഗ്രഹമായി തീരും. യേശു തന്നെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചതുകൊണ്ട് നാമും അങ്ങനെ പ്രാർത്ഥിക്കണം. അവൻ പറഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ദൈവമേ, ഈ പാത്രത്തിൽ പാപമുണ്ട്, പാപത്തിന്റെ ശിക്ഷയുണ്ട്. ഇതെനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല. ഞാൻ പരിശുദ്ധനാണ്, ഞാൻ ദൈവസ്വരൂപത്തിലുള്ളവനാണ്. ഒരു മനുഷ്യനായി ഈ ലോകത്തിൽ ഞാൻ ആയിരിക്കുന്നുവെങ്കിലും എൻ്റെ സ്വഭാവമെല്ലാം വിശുദ്ധമായതാണ്, ദൈവിക സാദൃശ്യത്തിലുള്ളതാണ്. അതുകൊണ്ട് എനിക്കിത് കുടിക്കാൻ കഴിയില്ല. ഈ മനുഷ്യന്റെ മേൽ വരുന്ന ഈ വലിയ ശിക്ഷ വഹിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് നിലവിളിച്ചുകൊണ്ട്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ നിറവേറുമാറാകട്ടെ എന്ന് പറഞ്ഞു. നിന്ദയും അപമാനവും ഉത്തരവാദിത്വവും കടമയും കഷ്ടതയും പ്രാപിക്കാതെ ദൈവഹിതപ്രകാരം ജീവിക്കാൻ നമുക്ക് കഴിയില്ല. ദൈവത്തെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല. തുരുമ്പ് പിടിച്ചതായ ഇരുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും തുരുമ്പ് പിടിച്ചതായ ഇരുമ്പായുധങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ഇരുമ്പായുധങ്ങൾ ഉപയോഗയോഗ്യമായി തീരണമെങ്കിൽ എന്തു ചെയ്യണം? അതിനെ നല്ല തീക്കനലിൽ വെച്ചിട്ട് എന്താണ് ചെയ്യുന്നത്? പഴുപ്പിച്ചെടുക്കും. അതിനെ നല്ലവണ്ണം ചുവന്ന രീതിയിൽ പഴുപ്പിച്ച് എന്താണ് ചെയ്യുന്നത്? അയ്യോ പാവമെന്ന് പറഞ്ഞ ഫൂഫൂന്ന് ഊതുമോ? എന്താണ് ചെയ്യുന്നത്? വലിയൊരു ചുറ്റികയെടുത്ത് അതിൻ്റെ മേലെ അടിച്ച് പരത്തി അതിനെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ മെരുക്കിയെടുക്കും. അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അതുകൊണ്ട് ചെയ്യുവാൻ കഴിയും. അതിനെ വേണേ ആഹാരം കഴിക്കുന്ന പാത്രമാക്കി മാറ്റാൻ കഴിയും, ഒരു വാളാക്കി മാറ്റാൻ കഴിയും, അലങ്കാര പാത്രമായിട്ട് അതിനെ പണിതെടുക്കുവാൻ കഴിയും. ഒന്നിനും കൊള്ളാത്തതായ ഇരുമ്പ് ഒരു ഉലയിൽ വെച്ച് പഴിപ്പിച്ചെടുക്കുമ്പോൾ, അതിനെ വീണ്ടും ചുറ്റികൊണ്ട് അടിച്ചെടുക്കുമ്പോൾ അത് നല്ലൊരു രൂപത്തിലായി മാറുന്നു. നാമും അതുപോലെ ഒരു പ്രയോജനമില്ലാത്ത ആളുകളായിരിക്കാം, ഒന്നും നേടുവാൻ കഴിയാത്ത ആളുകളായിരിക്കാം. ചില മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ വഴക്ക് പറയാറുണ്ട്, നീ എന്തിനാടാ എൻ്റെ വയറ്റിൽ വന്ന് ജനിച്ചത്? ഒരു പണിയും ചെയ്യാതെ നടക്കുകയാണ്, കാളയെപ്പോലെ വളർന്നു, പോത്തിനെ പോലെയാണ് അവൻ്റെ തീറ്റി. മക്കളെ ഒരിക്കലും പോത്ത്, കാള, എരുമയെന്നൊന്നും നിങ്ങൾ വിളിക്കുവാൻ പാടില്ല, നായെന്ന് വിളിക്കാൻ പാടില്ല. അവർ നായ്ക്കളാണെങ്കിൽ നിങ്ങൾ ആരാണ്? നിങ്ങളുടെ മോൻ പോത്താണെങ്കിൽ നീ ആരാണ്? അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. മക്കളെ കൊണ്ടൊരു പ്രയോജനമില്ലെന്ന് പറയുന്ന അനേക മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. അത് എൻ്റെ കുഴപ്പം കൊണ്ട് ആണോ? എൻ്റെ വളർത്തലിൻ്റെ കുഴപ്പം കൊണ്ടാണോ? എൻ്റെ മക്കളോട് ഞാൻ ദൈവവചനം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചിട്ടേ ഇല്ല, ദൈവസന്നിധിയിൽ അവരെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ആയിരിക്കുന്നത്. ഇതെന്റെ തെറ്റാണ് ദൈവമേ, എൻ്റെ മക്കൾ വഴിതെറ്റിപ്പോകാൻ കാരണം ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ ഇതുവരെ അനുദപിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നീ പ്രാർത്ഥിച്ചാൽ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് പ്രയോജനമില്ലാത്ത നിന്റെ മക്കളെ പ്രയോജനമുള്ളവരാക്കി മാറ്റും. ഒരു വ്യക്തി പഴയ ആദാമിന്റെ സ്വഭാവത്തിൽ നിന്ന് വിടുവിക്കപ്പെടണമെങ്കിൽ കള്ളവും ചതിയും വഞ്ചനയും വ്യഭിചാരവും അല്പകാല പാപഭോഗങ്ങൾക്ക് വേണ്ടിയുള്ളതായ ജീവിതവും സ്വാർത്ഥതയും അഹംഭാവവും
ഉള്ളതായ ജീവിതമാകുന്നു ഇത്. ഇത് ക്രിസ്തുവിന്റെ സാദൃശ്യത്തിലേക്ക് മാറ്റപ്പെടണമെന്നുണ്ടെങ്കിൽ അവന്റെ വചനമാകുന്ന ഉലയിൽ നാം വേകുവാനിടയാകണം. എന്റെ വചനം തീ പോലെയുള്ളത് അല്ലയോ? യേശുവിന്റെ ഉയർപ്പിന് ശേഷം അവൻ വഴിയിൽ കൂടി നടന്നതായ ശിഷ്യന്മാരോട് ലേഖനങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു, അവൻ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കത്തിയില്ലായിരുന്നോ? നമ്മുടെ ഹൃദയം കത്തിയില്ലായിരുന്നോ എന്ന്. വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ഇതുപോലെ കത്താറുണ്ടോ? കുലുക്കം ഉണ്ടാകാറുണ്ടോ? അനുതാപം ഉണ്ടാകാറുണ്ടോ? പശ്ചാത്താപം ഉണ്ടാകാറുണ്ടോ? വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവപ്രവൃത്തി നടക്കും. അവന്റെ വചനം നിന്നെ സ്പർശിക്കുവാനിടയാകും. അവന്റെ വചനം നീ കേൾക്കുമ്പോൾ നിന്നിലുള്ളതായ പാപവും മാലിന്യവും ഉള്ളതായിരിക്കുന്നതായ പഴയ ആദാമിന്റെ സ്വഭാവം, വ്യഭിചാരത്തിന്റെ ചിന്ത, ദുഷ്ട മനസ്സ്, നീചമായ പ്രവൃത്തികളെല്ലാം കഴുകപ്പെട്ടു പോകും. എത്ര സമയം നിങ്ങൾ വചനം കേട്ടാലും നിങ്ങൾ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകില്ല. എന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയല്ലോ. വചനത്തിൽ നാം വേഗണം. പ്രാർത്ഥനയിൽ നാം നുറുക്കപ്പെടണം. പ്രാർത്ഥനയിൽ നാം നുറുക്കപ്പെടുമ്പോൾ ഹൃദയം നുറുങ്ങിയ ഒരവസ്ഥ നമുക്ക് ഉണ്ടാകും. എങ്ങനെയുള്ള ഹൃദയമാണ്? നുറുക്കമുള്ള ഒരു ഹൃദയം. അപ്പോൾ ചുറ്റിയെടുത്ത് അടിക്കത്തില്ല. അതല്ല പറയുന്നത്. നിങ്ങളുടെ അവസ്ഥയെ നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങളുടെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി, തന്നെത്താൻ ദൈവം മുമ്പിൽ താഴ്ത്തിക്കൊണ്ട് നന്ദി നിറഞ്ഞതായ ഹൃദയത്തോടു കൂടി നിങ്ങളുടെ പാപത്തിനു വേണ്ടി പശ്ചാത്തപിച്ച് കർത്താവിൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്, കർത്താവെ, എനിക്ക് കഴിയില്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ലപ്പാ, എന്നിൽ ഒരു നന്മയുമില്ല, യേശുവെ എന്നോട് കരുണ കാട്ടണമേ എന്ന് നീ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഹൃദയം എങ്ങനെയുള്ളതാണ്? നുറുക്കപ്പെട്ടതായ ഹൃദയമാണ്. നുറുക്കപ്പെട്ടതായ ഹൃദയത്തെ അവൻ ഒരിക്കലും തള്ളി കളയില്ല. അവൻ നമ്മോട് പൊന്ന് ചോദിച്ചിട്ടില്ല, വെള്ളി ചോദിക്കുന്നില്ല, സ്തോത്രകാഴ്ചയല്ല അവന് വേണ്ടത്. നിന്റെ ഹൃദയമാണ് അവൻ ചോദിക്കുന്നത്. നിന്റെ ഹൃദയത്തിലേക്ക് എൻ്റെ ക്രൂശിന്റെ ശക്തി വരണം. എൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി നടക്കണം. പരിശുദ്ധാത്മാവ് തീയാണ്. ആ തീ നമ്മിലേക്ക് ഇറങ്ങി വരുന്നതായ സമയത്ത് നമുക്ക് ഉണർവുണ്ടാകും. നാം ജ്വലിക്കപ്പെടുവാനിടയാകും. നാം പ്രകാശിക്കുവാനിടയാകും. കർത്താവിന് വേണ്ടി ജീവിക്കണമെന്നുള്ള ആഗ്രഹം നമ്മിലുണ്ടാകും. ഒരു തീക്ഷ്ണതയുണ്ടാകും. ഞാൻ യേശുവിൻ്റെ മകനാണ് എന്നുള്ള തീക്ഷ്ണത നിന്നിലുണ്ടോ? ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള ആഗ്രഹം നിന്നിലുണ്ടോ? ഇന്ന് അനേകം ആളുകളുടെ ജീവിതത്തിൽ ശക്തിയില്ലാത്തതായ ഭക്തിയാണുള്ളത്. ഈ ദിവസം കർത്താവ് പറയുന്നു, നിനക്ക് എൻ്റെ രാജ്യത്തിൽ കടക്കണമെങ്കിൽ, എൻ്റെ അടുത്ത് നിനക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ മാർഗത്തിൽ നീ ജീവിക്കണം. എൻ്റെ ക്രൂശെടുത്തന്നെ അനുഗമിക്കണം. എന്നെപ്പോലെ കഷ്ടതയും നിന്നെയും അനുഭവിക്കണം. എന്നെപ്പോലെ കഷ്ടത ജീവിതത്തിൽ വന്നാൽ പിന്മാറാതെ ആ ക്രൂശ് വഹിക്കണം. ആ ക്രൂശിൽ നിന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നുവെന്ന വാക്യം പറയുന്നു. നമ്മുടെ ഇഷ്ടങ്ങളെയും നമ്മുടെ മോഹങ്ങളെയും ക്രൂശീകരിക്കണം. ക്രൂശീകരിക്കുക എന്ന് പറയുമ്പോൾ അതിനെ ക്രൂശിൽ തറച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് നിന്റെ അടുക്കിലേക്ക് വരില്ല. അതിനെ നീ ഉപേക്ഷിക്കണം. ക്രിസ്തുവേശുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ രാഗ മോഹങ്ങളോടുകൂടെ ക്രൂശീകരിച്ചിരിക്കുന്നു. പൗലോസ് പറഞ്ഞു, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാകുന്നു എന്നിൽ കൂടി ജീവിക്കുന്നത് എന്ന്. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥനയിൽ ഒരു വൻ കാര്യം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ചെയ്യാൻ പോകുന്നു. നിന്റെ ജീവിതത്തിൽ ഒരു പ്രയോജനവുമില്ലാത്ത അവസ്ഥയാണോ? നിന്റെ മക്കളെ കൊണ്ട് യാതൊരു പ്രയോജനമില്ലേ? അവരെ ദൈവസന്നിധിയിൽ കൊണ്ടുവരൂ. അവരുടെ പേരുകൾ കർത്താവിനോട് പറയുക. അവർ എവിടെയാണെങ്കിലും കർത്താവ് അവരെ തൊടും. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നീ നോക്കണമേ. കർത്താവേ, നീ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതം പ്രയോജനമുള്ളതാക്കി നീ മാറ്റണമേ. ഏതെല്ലാം ഭാരത്താലും ദുഃഖത്താലും കഷ്ടത്താലുമാണ് നിന്റെ മക്കൾ നിന്റെ സന്നിധിയിൽ വന്ന് നിൽക്കുന്നത്. അതിനുശേഷം എൻ്റെ യേശു എന്നെ തൊടുവാനിടയായി. എൻ്റെ യേശു എന്നോട് സംസാരിച്ചു. എൻ്റെ കണ്ണുനീരിനെ അവൻ തുടച്ചു. എനിക്ക് സന്താന ഭാഗ്യം നൽകി. എൻ്റെ കണ്ണുനീരകറ്റി എനിക്ക് വിടുതൽ നൽകി. എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധിയിൽ എനിക്ക് വേണ്ടി പോരാടിക്കൊണ്ട് എനിക്ക് ജയം നൽകിയെന്ന്
വിശ്വാസത്തോടുകൂടി കടന്നു പോകുവാൻ നീ സഹായിക്കണമേ അപ്പാ. ക്രിസ്തുവിന്റെ സാദൃശ്യം ഞങ്ങളിൽ ഉണ്ടാകുന്നത് വരെയും ഞങ്ങളെ നീ ഒരുക്കിയെടുക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ അപ്പാ. നിന്റെ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ജീവിതത്തിൽ കഷ്ടത വന്നാലും, ബുദ്ധിമുട്ട് വന്നാലും, നഷ്ടം വന്നാലും, ഞെരുക്കം വന്നാലും, അപമാനം വന്നാലും, നിന്ന വന്നാലും നീ ഞങ്ങൾക്ക് വേണ്ടി അതെല്ലാം സഹിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ നിന്നെല്ലാം വിടുതൽ നൽകണമേ. രക്ഷയുടെ ആനന്ദം ഞങ്ങളുടെ ഹൃദയത്തിൽ നീ നൽകണമേ അപ്പാ. തലമുറയായി യുഗയുഗങ്ങളായിട്ട് ജീവിക്കുവാൻ, നിന്നോടൊപ്പം നിത്യമായി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.